ഞാൻ മറഡോണ ഫാനാണ്. മറഡോണ ഫാൻ. അപ്പൊ അദ്ദേഹം കളിച്ചേണ്ട സമയത്തൊക്കെ അദ്ദേഹം കളിക്കുമ്പോഴൊക്കെ ആളുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ട പെലെ ഇത് കിങ് ആണ്. പെലയുടെ കളി നമ്മൾ ലൈവായിട്ട് കണ്ടില്ല, പക്ഷെ കിങ് ആണ്, ഫുട്ബോളിലെ കിങ് എന്ന് പറഞ്ഞാൽ കിങ് പെലെ എന്നാ പറയാ. അപ്പൊ ആളെ ആരാധിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ മറഡോണോന്റെ കളി നമ്മൾ ലൈവായിട്ട് TV-യിൽ കണ്ടത് വേൾഡ് കപ്പ് ഒക്കെ. അങ്ങനെയുള്ളൊരു ആളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് അർജന്റീന സപ്പോർട്ടർ ആയത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് അദ്ദേഹത്തോട് കളിക്കാൻ പറ്റി. അതാണ്. അത് കളിക്കാൻ പറ്റിയത് 2-3-4-5 മിനിറ്റ്. ഈ 90 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിനോട് കളിക്കാന്ന് പറഞ്ഞാൽ ചേട്ടാ നമുക്കൊക്കെ ശരിക്കും ഒരു. ഞാനൊരു ഫംഗ്ഷനിൽ അങ്ങനെ ഒരു പരിപാടിക്ക് കണ്ണൂർ വന്നപ്പോ സ്റ്റേജിൽ ഒരുമിച്ച് ഇങ്ങനെ പന്ത് കളിക്കാൻ പറ്റിയതെന്ന് കേരളം മൊത്തം അറിയാതെ. പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അത്ര ആരാധിക്കുന്ന ഒരാളെ നല്ല ലോകത്തിലെല്ലാരും ആരാധിക്കുന്നുണ്ട്. ഒന്ന് അഗ്യാൻ വരെ പറ്റി എനിക്ക്. അതന്നെ വലിയൊരു. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ ഫസ്റ്റ് കണ്ടപ്പോ ഉണ്ടായ ഒരു നമ്മുടെ ഒരു മനുഷ്യനല്ലേ ആ ഒരു എക്സ്പീരിയൻസ്. അതല്ലേ ഏറ്റവും വലിയ വിറ്റ് വെച്ചാൽ അതിന്റെ തലേദിവസം ഒന്ന് കാണാൻ പോയി ഞങ്ങള് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര തിരക്കാണ്. എന്നാലും പോയി അവിടെ റൂമിലിരുന്നു. വരും പറഞ്ഞിട്ട് 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വന്നില്ല. ആള് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നില്ല. കാണാൻ പറ്റില്ല. പിറ്റേ ദിവസമാണ് അത് ദൈവം ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഒപ്പം കളിക്കാനൊരു ചാൻസ് കിട്ടി. വലിയൊരു ഭാഗ്യം. കളിക്കാൻ മറന്നു പോയില്ലല്ലോ. അല്ല ചിലപ്പോ അത് മറന്നു പോകും. ആരാധന നമ്മൾ കാണുന്ന ഒരു വ്യക്തി, നമ്മൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ കോൺസെൻട്രേഷൻ ഒക്കെ മാറി പോകുന്നത്. അല്ല ഏട്ടനൊക്കെ എപ്പോഴും പറയും അദ്ദേഹത്തിന്റെ കിക്കൊക്കെ ഭയങ്കര എന്താ പറയാ കണ്ണിങ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടാണ്, പിടിക്കാനേ പറ്റില്ല എന്ന് പറയും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ചേട്ടൻ ഇങ്ങനെ നമ്മളിലേക്ക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഐ മീൻ ഫുട്ബോൾ കളിക്കുന്നതില് നടക്കൂല. നോ വൺ ക്യാൻ ഡിഫീറ്റ് മറഡോണ അല്ലേ? ഗെയിമാണല്ലോ.